നമ്മുടെ ഈ ശനി ദിശയിലൂടെ കടന്നു പോകുന്നവർ ഇങ്ങനെയാണ് നമ്മുടെ എനർജി കൂട്ടുക, ഈ ശനിയുടെ അപഹാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? ഏറ്റവും നല്ലത് നല്ല ഉപാസനയും നല്ല ജപമാണ്. നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ശനി റിലേറ്റഡ് ടെമ്പിളിൽ പോവുക, മഹാദേവനെ ഭജിക്കുക, ഹനുമാനെ ഭജിക്കുക. ഇതിപ്പോൾ നോർമലി ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു 5 റെമഡിയൽ മെഷേഴ്സ് ഉണ്ടാവും. മഹാദേവനെ ഉപാസിക്കുന്നത് ഞാൻ പറയുന്നത്. മഹാദേവനെ വിളിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ശനി സമയങ്ങളിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോകും, ധാരാളം എടുത്തു പോകും, എല്ലാ ദിവസവും മഹാദേവനെ ഭജിക്കും. ജപം തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ല ജ്യോതിഷന്മാർ പറയുന്ന റെമഡിയൽ മെഷേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യും. മിക്കവാറും ആൾക്കാർക്ക് ശനിയുടെ ഒരു അടി കിട്ടി തകർന്ന് ഇനി എന്ത് ചെയ്യണം അറിയാതിരിക്കുന്ന സമയത്ത് ശനി അവരെ കടാക്ഷിച്ചിട്ട് പോകും. ലൈഫിൽ മേജർ ഇവന്റ്സ് എന്താണോ? ഒന്ന് ജനനം, കല്യാണം, മരണം. ആ ഇവന്റിന് മുൻപ് നമുക്കൊരു കഷ്ടപ്പാടുണ്ടാവും. ഒന്നുകിൽ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ കുടുംബപരമായി, അല്ലെങ്കിൽ ജോലി സംബന്ധമായി ഏതെങ്കിലും രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ. ഓം നമഃ ശിവായ. നമുക്കൊപ്പം ഇന്നുള്ളത് പ്രദീപ് ശിവോഹമാണ്. അദ്ദേഹം ഒരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസറാണ്, അതിനപ്പുറത്ത് എഴുത്തുകാരനാണ്, റിസർച്ചറാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് ശനിയെക്കുറിച്ചാണ്. എല്ലാവരും ഒരുപാട് വലിയ വില്ലനായിട്ട് കാണുന്ന ഒരു ദശയാണ്, ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. ശനിദോഷം ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു, അല്ലെ കണ്ടക ശനി കൊണ്ടേ പോകൂ എന്നൊക്കെയുള്ള ഒരുപാട് ചൊല്ലുകളൊക്കെ പഴമക്കാർ ചൊല്ലിയതാണ്. യഥാർത്ഥത്തിൽ ശനി അത്രയും വലിയ വില്ലനാണോ? അർജുൻ, ഈ ശനിയെ ശരിക്കും 2 രീതിയിലാണ്, 2 ഫിലോസഫിയിലാണ് ഇവിടെ ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഡൊമൈൻ വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഹോപ്പ് ജനറേഷൻ അല്ലെങ്കിൽ ഫിയർ ഫാക്ടേഴ്സ്. പ്രതീക്ഷകൾ കൊടുത്തും പേടിപ്പിച്ചുമാണ് ഈ പറയുന്ന ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് സാധാരണപ്പെട്ട ജാതകൻ അല്ലെങ്കിൽ വൃശ്ചകൻ എത്തുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴാണല്ലോ നമ്മൾ ജ്യോതിഷൻ്റെ അടുത്ത് ഓടി പോകുന്നത്. അപ്പോൾ ജ്യോതിഷം പറയും ശനിദിശയാണ്, കംപ്ലീറ്റും പോയി എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു, ലൈഫ് അവിടെ തീർന്നു. നമ്മൾ പൂർണ്ണമായിട്ടും കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. കോൺഫിഡൻസ് എല്ലാം തകർന്നാണ് പോകുന്നത്. ഒരു വിഭാഗം ക്വാളിറ്റിയുള്ള ജ്യോതിഷന്മാർ എന്ത് പറയും? ഒന്നുമില്ല, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കും, നമുക്ക് മാറ്റാം. അത് കോൺഫിഡൻസ്. ആ ഒരു ഹോപ്പ് കൊടുക്കുമ്പോൾ അവൻ്റെ ലൈഫ് അടുത്ത ലെവലിൽ അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശനിയെ ഒരു വില്ലനായി മാറ്റിയതാണ്. ശനി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഡിസിപ്ലിൻ പ്ലാനറ്റാണ്. നമ്മുടെ ലൈഫിനെ ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടി വരുന്ന ഒരു ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ്, അല്ലെങ്കിൽ ഒരു ദശയാണ് ശനിദശ. അതിനകത്ത് 7 ശനി, കണ്ടക ശനി, പിന്നെ ഗ്രഹശനി, അല്ലെങ്കിൽ ജന്മശനി, ഇങ്ങനെ പല ശനികളുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ, ഇത്രയും ദൂരെ നിൽക്കുന്ന, എത്രയോ കിലോമീറ്റർ അകലെ നിൽക്കുന്ന ശനി എങ്ങനെ സാധാരണപ്പെട്ട എന്നെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അർജുനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ മതി. അതിന് പുറമെ ശനി ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കും. പക്ഷേ ബാധിക്കാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ പൂർണ്ണമായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ജ്യോതിഷനാണെങ്കിൽ നമ്മളെ പ്രോപ്പർ വഴിയിൽ ഗൈഡ് ചെയ്ത് തരും. ഇരുട്ടത്ത് നടന്നു പോകുമ്പോൾ ടോർച്ച് അടിച്ച് ലൈറ്റ് ആണല്ലോ ജ്യോതിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ജ്യോതിഷനാണോ ശരി, നമ്മളാണോ ശരി, അല്ലെങ്കിൽ കയ്യിരിക്കുന്ന ജാതകമാണോ ശരി, ഇത് മാത്രം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്നു, എന്തുകൊണ്ടാണ് പോകുന്നത്? ജാതകം കൊണ്ടാണ് പോകുന്നത്. ഈ ജാതകം എവിടെ നിന്നുണ്ടായി? നമ്മുടെ സമയം. ഈ സമയം ആരാ എഴുതിയത്? നമ്മൾ ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലുകാരാണ് സമയം തരുന്നത്. അപ്പോൾ 1 മിനിറ്റ് മാറിയാൽ നമ്മുടെ ലഗ്നം മാറും. ലഗ്നം മാറിയാൽ പൂർണ്ണമായിട്ട് മാറും. ഇന്നത്തെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും നല്ല അഡ്മിനിസ്ട്രേഷൻ വിഭാഗമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കറക്റ്റ് ടൈം നോട്ട് ചെയ്യും. നമ്മുടെ കാലഘട്ടങ്ങളിലോ ആ സമയത്ത് ചിലപ്പോൾ 1 or 2 സിസ്റ്റർ ആയിരിക്കും നിൽക്കുക. ഒരു സമയത്ത് തന്നെ 3 4 ഡെലിവറി ഉള്ള സമയത്ത് സിസ്റ്ററിന് സമയം എഴുതാനാണോ സമയം? നമുക്കൊരിക്കലും സിസ്റ്ററെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അതിനിടയിൽ കൂടെ ഓടി വന്ന് സമയം എഴുതുന്നു. 8:14 ജനിച്ച ഒരു കുട്ടി അടുത്ത് അതേ സമയം വേറൊരു കുട്ടി ജനിക്കുന്നു. 2 3 കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന് സിസ്റ്റർ എഴുതുന്നത് 8:15 എന്നായി കഴിഞ്ഞാൽ ലഗ്നം മാറി, ജാതകം മാറി. അപ്പോൾ ഒരിക്കലും ജ്യോതിഷനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ ഇവരെ ഇരിക്കുന്ന ജാതകം വിശ്വസിച്ച് ഇവർ പോകുന്നു, നക്ഷത്രം ആയില്യമാണെന്നോ രേവതിയാണെന്നോ പറയുന്നത്. അവിടെ ചിലപ്പോൾ നക്ഷത്രം അതല്ല. ഇതിനകത്ത് തന്നെ ഒരു സംശയമുണ്ട്. അതായത് ഞാൻ ഒരു ഡോക്ടറുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഈ കുഞ്ഞിൻ്റെ തല പുറത്ത് വരുന്ന ഫസ്റ്റ് വരുന്ന സമയമാണ് നോട്ട് ചെയ്യേണ്ടതെന്ന് ചിലർ പറയുന്നു. ഈ കുഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷമോ ആ കുഞ്ഞിനെ, അതായത് ഫസ്റ്റ് ആ കരച്ചിൽ, ഫസ്റ്റ് ക്രൈ ഉണ്ടാകുന്ന സമയത്ത് അതാണ് നോട്ട് ചെയ്യേണ്ടതെന്ന് ചിലർ പറയുന്നു. ഇതിനകത്ത് ഏതായിരിക്കും ശരി? സാധാരണ ഒരു കുഞ്ഞ് പുറത്തു വരുന്ന സമയമാണ് എടുക്കുന്നത്. പിന്നെ പൊക്കിൾ കൊടി കട്ട് ചെയ്യുന്നതും ചില ആൾക്കാർ
പറയാറുണ്ട്. പക്ഷെ കുഞ്ഞ് പുറത്തു വരുന്ന അതായത് സമയമാണ്. കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം അതെ അതെ അതെ. ഇതാണ് മെജോറിറ്റി ആൾക്കാർ എടുക്കുന്നത്. കുറച്ച് ആൾക്കാർ കുഞ്ഞ് പുറത്തു വരുന്ന തല തല മാത്രം മാത്രം പറയുന്നു. ചില ആൾക്കാർ പൊക്കിൾ കൊടി കട്ട് ചെയ്യുന്ന സമയം പറയുന്നു. പക്ഷെ എന്ത് തന്നെ വന്നാലും ഈ സമയം ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരാൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ജ്യോതിഷൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഈ ജാതകവും സമയം ഒന്നും വേണ്ട, അവർക്ക് നിങ്ങളുടെ സമയം പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റും. അതായത് ഈ പ്രശ്നമാർഗ്ഗേണ വളരെ ഈസി ആയിട്ട് അവർക്ക് സമയം എടുക്കാൻ പറ്റും, പൂർണ്ണമായി പറഞ്ഞു തരാനും പറ്റും. ഇനി അതിനുമപ്പുറം ഒരു ജാതകം എഴുതാൻ എത്ര സമയം വേണമെന്നുള്ളതാണ് അർജുൻ. ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ജാതകം മാനുവലി എഴുതാൻ മിനിമം 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ വേണം. ഒരു ദിവസം എത്ര ജാതകം ഒരു ജ്യോതിഷൻ്റെ അടുത്ത് വരും? ആ ജ്യോതിഷന് ജാതകം എഴുത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ജോലിയില്ലേ, സ്വന്തം കാര്യങ്ങൾ ചെയ്യണ്ടേ? അപ്പോൾ ഒരു തെറ്റ് വന്നാൽ ആദ്യം തുടങ്ങുന്ന കാൽക്കുലേഷൻ്റെ തെറ്റ് അവസാനം വരെയും ബാധിക്കും. രാശിച്ചാട്ട്, രാശിയാധിപതി അല്ലെങ്കിൽ ഈ പറയുന്ന നവാംശകം, ഷോഡശവർഗം, അഷ്ടവംശം എല്ലാ സംഭവങ്ങളെയും ബാധിക്കും. ഒരു രാശിയിൽ ഇപ്പൊ നടക്കുന്നത് ശനിദശയാണെങ്കിൽ ശനിയിൽ ഏതിന്റെ അപഹാരമാണെന്ന് അറിയണ്ടേ? ശനിയിലുണ്ടാകുന്ന അപഹാരവും അതിന്റെ മുക്തിയും അതിന്റെ ആരംഭം അന്ത്യം എടുത്തിട്ടാണ് ഒരു ജ്യോതിഷനും പറഞ്ഞു തരുന്നത്. ഇപ്പൊ ശനിദശ എന്ന് പറഞ്ഞാൽ ശനിയിൽ ശുക്രന്റെ അപഹാരമാണെങ്കിലോ നല്ല സമയമാണോ? ചിലപ്പോൾ ആയിരിക്കും. അവൻ മനസ്സിനെ പൂർണ്ണമായിട്ടും ശനിയാണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സ് മടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജ്യോതിഷന്റെ അടുത്ത് പോകുമ്പോൾ എഴുതുന്ന ജാതകം കറക്റ്റാണോ അല്ലയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. തെറ്റില്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ ജാതകം നമ്മുടെ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ ഭാഗ്യത്തിനേക്കാളും അപ്പുറം നല്ല ജ്യോതിഷനാണെങ്കിൽ നിങ്ങൾ 100% വഴി കാണിച്ചു തരും. ഒരു ശനിയെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ശനിയുള്ള സമയങ്ങളിൽ നമ്മുടെ ലൈഫ് ഡിസിപ്ലിൻഡ് ആവും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു പോവുക. നേരത്തെ നമ്മുടെ ശനി 7 ശനി ശ്രദ്ധിച്ചിട്ടുണ്ടോ അർജുൻ? ആദ്യ 2.5 വർഷം ചെറിയ പ്രശ്നങ്ങളായിരിക്കും. രണ്ടാമത്തെ 2.5 വർഷം നമുക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളായിരിക്കും. മൂന്നാമത്തെ 2.5 വർഷം എല്ലാം തന്നിട്ട് പോകും. കല്യാണം നടക്കേണ്ട സമയമായിരിക്കാം, വീട് വെക്കേണ്ട സമയമായിരിക്കാം, വാഹനം മേടിക്കുന്നതായിരിക്കാം. മിക്കവർക്കും ശനി സമയത്തായിരിക്കും എല്ലാം തന്നിട്ട് പോകുന്നത്. ശനി എല്ലാം ഒന്ന് ഉടച്ചു വാർത്ത് ക്ലെൻസ് ചെയ്ത് എല്ലാം തന്നിട്ട് പോകുന്ന ഗ്രഹമാണ്. ശനിയെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോപ്പറായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഈ ശനിയും മുൻജന്മവും തമ്മിൽ വളരെ കണക്റ്റഡ് ആണെന്ന് എപ്പോഴും പറയുന്നേക്കാം. പഴയ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് ഈ ശനിദശാകാലങ്ങളിലായിരിക്കാം. ഏറ്റവും ദൈർഘ്യമായ വർഷങ്ങളിൽ ഒന്നാണ് 19 വർഷമാണ് ശനി നമ്മളെ കൂടെ നിൽക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള വർഷങ്ങളിൽ ഒന്നല്ലേ? ആ സമയം 19 വർഷം ശനി നമ്മളെ പിടിക്കുമ്പോൾ 19 വർഷവും നമ്മൾ താഴെ പോകുന്നുള്ളതാണോ? ആ ചെയ്ത കർമ്മങ്ങൾ നമ്മളിവിടെ അനുഭവിക്കും. പക്ഷെ അനുഭവിക്കാൻ ഇരിക്കാൻ വേണ്ടി നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മളെ തട്ടാതെ പോകും. നമ്മുടെ ഈ ശനി ദിശയിലൂടെ കടന്നു പോകുന്നവര് ഇങ്ങനെയാണ് നമ്മുടെ എനർജി കൂട്ടുക, ഈ ശനിയുടെ അപഹാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? ഏറ്റവും നല്ലത് നല്ല ഉപാസനയും നല്ല ജപമാണ്. നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ശനി റിലേറ്റഡ് ടെമ്പിളിൽ പോവുക, മഹാദേവനെ ഭജിക്കുക, ഹനുമാനെ ഭജിക്കുക. ഇതിപ്പോൾ നോർമലി ഒരു ജ്യോതിഷന്റെ അടുത്ത് പോകുമ്പോൾ ഒരു 5 റെമഡിയൽ മെഷേഴ്സ് ഉണ്ടാവും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം ഞാൻ ജ്യോതിഷനല്ല, എനിക്കൊന്നും കടക്കുന്നില്ല. മഹാദേവനെ ഉപാസിക്കുന്നതേ ഞാൻ പറയുന്നുള്ളൂ. മഹാദേവനെ വിളിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ശനി സമയങ്ങളിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോകൂ, ധാര എടുത്തു പോകും, എല്ലാ ദിവസവും മഹാദേവനെ ഭജിക്കൂ. ഈ ഓം നമ ശിവായ 1,00,000 ഉരുവിട്ട എത്രയോ അമ്മമാരെ എനിക്കറിയാം. മിക്കവാറും എന്നെ വിളിക്കുന്ന അമ്മമാരുണ്ടാവും, അപ്പൂപ്പന്മാരുണ്ടാവും. ഈ ശനിദോഷം ഇവരെ ബാധിക്കാറില്ല, കാരണം അത്രയും ജപം ജപിക്കുന്നവരാണ്. ജപം തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ല ജ്യോതിഷന്മാർ പറയുന്ന റെമഡിയൽ മെഷേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യും. ഈ ശനിയുള്ള സമയങ്ങളിൽ നമ്മൾ ധരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഒരു കോൺസെപ്റ്റ് മാത്രമല്ലേ? പല ആൾക്കാരും സീസണലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത കോൺസെപ്റ്റ് അല്ലേ? അല്ല, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ശനിയുടെ അപഹാരം മാറും. അതിനോട് ഞാൻ 100% യോജിക്കുന്നില്ല. പക്ഷെ ചെയ്യുന്നത് തെറ്റെന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ? ഒരുപാട്. കാരണം നല്ലൊരു ശ്രീചക്രം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനം ചെലുത്തില്ലേ? അപ്പൊ ശ്രീചക്രം എവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? അതിന്റെ അങ്കുലം പിങ്കുലം കണക്കുകൾ കറക്റ്റ് ആണെന്ന് അറിയണ്ടേ? എഴുതിയ വ്യക്തിയായിരിക്കും. നന്നായിട്ട് എഴുതിയ മാനുവലി. ഇപ്പൊ എത്രയോ ചക്രങ്ങൾ മെഷീനിൽ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഈവൻ നിസാരം ധരിക്കുന്ന ഏലസിനകത്ത് വരെയും ചെറിയ ഏലസ് ആൾക്കാർ ധരിക്കുന്നത്. ഇതിനകത്ത് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ അതിന്റെ സോഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ക്വാളിറ്റിയുള്ള സംഭവമാണ്, നല്ല ചക്രങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ആരാൽ എഴുതുന്നു, ആരാൽ പൂജിച്ച് കിട്ടുന്നവരാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അത് മാത്രം മേടിച്ചു വെച്ചാൽ പോരെ? അല്ല, ഈ പൊതുവെ ശനിയുടെ സമയത്താണോ ഈ വിവാഹം അല്ലെങ്കിൽ വീട് വെക്കല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള
ഒരു ബുദ്ധിമുട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, വാഹനം മെഡിക്കൽ, ഇതൊക്കെ നടന്നു പോവാ ശനിയുടെ സമയത്ത്. മിക്കവാറും ആൾക്കാർക്ക് ശനിയുടെ ഒരു അടി കിട്ടി തകർന്ന് ഇനി എന്ത് ചെയ്യണം അറിയാതിരിക്കുന്ന സമയത്ത് ശനി അവരെ കടാക്ഷിച്ചിട്ട് പോകും. അപ്പോഴായിരിക്കും അവരുടെ ലൈഫിലെ മേജർ ഇവന്റ്സ് എന്താണ്? ഒന്ന് ജനനം, കല്യാണം, മരണം. ജനനം അറിയാതെ വന്നു പോകുന്നു, അല്ലെ? അറിയാതെ വരുന്നു. കല്യാണം അറിഞ്ഞുകൊണ്ട് നടക്കുന്നു, മരണം അറിയാതെ പോകുന്നു. അപ്പോൾ ഈ അതിലെ മേജർ ഇവന്റ്സിൽ കല്യാണം എന്നുള്ള ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇവന്റാണ്. ആ ഇവന്റ് നടക്കുന്നത്, ആ ഇവന്റിന് മുൻപ് നമുക്കൊരു കഷ്ടപ്പാടുണ്ടാവും. ഒന്നുകിൽ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ കുടുംബപരമായി, അല്ലെങ്കിൽ ജോലി സംബന്ധമായി ഏതെങ്കിലും രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അതിലേക്ക് എത്തുക, അല്ലേ? അല്ല, ഈ അതോടൊപ്പം തന്നെ ഒരു വലിയൊരു സംശയമാണ്, ഒരുപാട് പേർക്കുള്ള സംശയമാണ്, പലരും പറഞ്ഞു കേട്ടിട്ടുള്ള സംശയമാണ്. നമ്മൾ എഴുതുന്ന ജാതകം നമ്മുടെ 2ാം ജാതകമാണ്. 1ാം ജാതകം എന്ന് പറയുന്നതിന്റെ ബർത്ത് ടൈം എന്ന് പറയുന്നത് ഈ ബീജം ജനിക്കുന്ന ആ ഒരു സമയമാണെന്ന്. ആ സമയം കണക്കാക്കിയുള്ള ജാതകം അങ്ങനെ എഴുതുന്ന ഒരു രീതിയുണ്ടോ, ശൈലിയുണ്ടോ? അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് ഏത് സമയത്താണ് ഇത് പ്രഗ്നന്റ് ആവുക അല്ലെ ക്യാരിയിങ് ആകുക എന്ന് എങ്ങനെ പറയാൻ പറ്റും? എത്രയോ പേര് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന സമയം നോക്കാറുണ്ട്, അല്ലേ? പക്ഷെ ഇതൊക്കെ പറച്ചിൽ മാത്രമാണ്. എഫക്റ്റീവ്ലി എന്താണ് ഫോളോ ചെയ്യുന്നത്? കുട്ടി ജനിക്കുന്ന സമയം മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി ഏത് തന്ത്രിയാണെങ്കിലും, ഏത് പൂജാരിയാണെങ്കിലും, ഏത് ജ്യോതിഷനാണെങ്കിലും ഇവർക്കും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലേ? കാരണം ഇവർ പറയുന്ന സമയത്താണ് കുഞ്ഞ് ജനിക്കുക എന്ന് പലരും പറയും, പ്രഡിക്ഷൻ. പക്ഷേ നല്ല മുഹൂർത്തം നോക്കി സിസേറിയൻ വരെ എടുക്കുന്ന സമയങ്ങളായപ്പോഴും, അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ടൈം ഒന്നും പറയാൻ പറ്റില്ല. കുട്ടി അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? നോർമൽ ഡെലിവറിയും ഈ സിസേറിയനും നമ്മുടെ സമയത്തിനനുസരിച്ച് വേണമെങ്കിൽ മിനിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റാമല്ലോ. നല്ല സമയം നോക്കാം. നല്ല സമയം നോക്കി ആൾക്കാർ സമയം എടുക്കുന്നുണ്ട്. നല്ല സമയം നോക്കി എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നല്ലതാണ്. ഇപ്പോൾ ഒരു മാസത്തില് അമാവാസി സമയങ്ങളിൽ നമുക്ക് എന്താ സംഭവിക്കുക? മനസ്സിന് ഏറ്റവും കൂടുതൽ വൈകൃതം വരുന്ന സമയമായിരിക്കും, മനസ്സിന്റെ ബലം കുറയുന്ന സമയമായിരിക്കും. അപ്പോഴാണ് മനസ്സിന് ഭയങ്കരമായ ദേഷ്യം കൂടുക, ഭയങ്കര ബഹളം ഉണ്ടാക്കുക, ഭയങ്കര പ്രശ്നക്കാരനാകുക. പക്ഷെ അമാവാസി കഴിഞ്ഞ് പൗർണമിയിലേക്ക് വരുമ്പോൾ നമുക്ക് ശക്തി കൂടി. അപ്പൊ നമ്മൾ എന്താണ്? ഭയങ്കര ശക്തിയായിരിക്കും. പൗർണമി സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ഫലവത്താവില്ലേ? അപ്പോൾ സിസേറിയൻ ആൾക്കാർ സമയം നോക്കുന്നത് നല്ല സമയം നോക്കി ചെയ്യാറുണ്ട്. നല്ലത് തന്നെയാണ്, ഒരിക്കലും മോശമെന്ന് പറയുന്നില്ല. കഴിവതും നോർമൽ ഡെലിവറിയിലേക്ക് പ്രിഫർ ചെയ്യുക എന്നുള്ളതല്ലേ വേണ്ടത്? അതാണല്ലോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും സിസേറിയൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. എന്തായാലും നമ്മൾ ഇന്ന് സംസാരിച്ചത് ശനിയെ കുറിച്ചാണ്. ശനി വില്ലനാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രദീപ് ജിയുമായിട്ട് ഉന്നയിച്ചത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.